ഹരി ഓം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിൽ ഒരു നായർ തറവാട്ടിൽ ഒരു കുട്ടി ജനിച്ചു. വളരെ വലിയ ഒരു തറവാടായിരുന്നു. ഒരുപാട് കുടുംബങ്ങൾ അവിടെ താമസിച്ചിരുന്നു. അപ്പോൾ അതിലെ ഒരു ദമ്പതിമാർക്കാണ് ഈ കുട്ടി ജനിച്ചത്. അവർക്ക് വേറെ കുറേ മക്കളുണ്ട്. അവസാനത്തെ മകനായിട്ടാണ് ഈ കുട്ടി ജനിച്ചത്. ആ കുട്ടിക്ക് അവർ രാഘവൻ എന്ന് പേര് കൊടുത്തു. ആ കുട്ടി വളരാൻ തുടങ്ങിയപ്പോൾ അവരൊരു കാര്യം ശ്രദ്ധിക്കാൻ തുടങ്ങി. അവന് അധികം ചിരിക്കുകയോ കരയുകയോ ചെയ്യുന്ന സ്വഭാവമില്ല. ഒരു വികാരമില്ലാത്ത ഒരു കുട്ടിയായിട്ടാണ് അവൻ കഴിയുന്നത്. കളിപ്പിക്കാൻ നോക്കിയാലും ചിരിക്കില്ല. പേര് വിളിച്ചാൽ നോക്കും, പക്ഷെ പകച്ചുകൊണ്ടാണ് നോക്കുക. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്ത് അത് പറയിപ്പിക്കാൻ നോക്കിയാലും പകച്ചു നോക്കും, ഒന്നും മിണ്ടില്ല. ഇങ്ങനെയായിരുന്നു ആ കുട്ടിക്കാലം. വലുതാകുമ്പോൾ ശരിയാകുമെന്ന് കരുതി അവർ കാത്തിരുന്നു. അങ്ങനെ ആ വീട്ടിലെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നത് ആ വീട്ടിലെ ഒരു കാരണവർ തന്നെയാണ്. പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാരണവരുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ കുട്ടിയെയും അയച്ചു. അപ്പോൾ മറ്റ് കുട്ടികളൊക്കെ ഉണ്ട്, സമപ്രായക്കാരായവരുണ്ട്, ജ്യേഷ്ഠ സ്ഥാനത്തുള്ളവരുണ്ട്. അപ്പം ഇങ്ങനെ പലരുമുണ്ട് ആ വീട്ടിൽ. അവരോടൊന്നും ഈ കുട്ടി ഇടപഴകില്ല. അവരുടെ കൂടെ കളിക്കാൻ പോവില്ല. അവരിങ്ങനെ ചിരിച്ച് രസിക്കുന്ന സമയത്ത് മാറിയിരിക്കും, ഒറ്റയ്ക്കിരിക്കും, മിണ്ടാതിരിക്കും. ആരെന്ത് പറഞ്ഞാലും നോക്കും, പക്ഷെ വികാരമൊന്നും മുഖത്ത് വരില്ല. ഇങ്ങനെ ഒരു ഭാവമായിരുന്നു കുട്ടിക്ക്. പക്ഷേ കുറച്ചു കഴിഞ്ഞാൽ ശരിയാകുമെന്ന് കരുതി ആ കാരണവർ ആ കുട്ടിക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുക്കാൻ തുടങ്ങി. വളരെ പ്രയാസപ്പെട്ടിട്ട് എങ്ങനെയൊക്കെയോ കുറച്ച് എഴുതാനും വായിക്കാനും ആ കുട്ടി പഠിച്ചു. സാധാരണ കുട്ടികൾ ഗ്രഹിക്കുന്ന വേഗതയൊന്നും ആ കുട്ടിക്കില്ല. അവരൊരു ദിവസം കൊണ്ട് പഠിക്കുന്നത് ഇവൻ ഒരു മാസം എടുത്തിട്ടായിരിക്കും പഠിക്കുക. എന്നാൽ തന്നെ ഹൃദിസ്ഥമായോ എന്നുറപ്പില്ല. അപ്പോൾ വളരെ പാടുപെട്ട് എങ്ങനെയൊക്കെയോ അവന് എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു. അവന് മറ്റ് കഴിവുകളൊന്നുമില്ല. കലാപരമായ കഴിവോ കായികമായ കഴിവോ ഒന്നുമില്ല. അപ്പോൾ പഠനത്തിലെങ്കിലും ശോഭിക്കട്ടെ എന്ന് കരുതിയാണ് ശ്രമിച്ചത്. അതിലും അവന് ഭാവിയില്ല എന്നവർക്ക് മനസ്സിലായി. അപ്പോൾ എഴുതാനും വായിക്കാനൊക്കെ പഠിച്ചപ്പോൾ അത് മതി എന്ന് പറഞ്ഞ് അവൻ്റെ പഠിപ്പ് അവസാനിച്ചു. ആ വീട്ടിലെ ആൾക്കാർ പല സ്ഥലത്തേക്കും പോകും, ഇവനെ കൂടെ കൊണ്ടുപോകില്ല. കാരണം ഇതൊരു മന്ദബുദ്ധിയാണെന്ന് അവർ വിലയിരുത്തി. ഇവനെ കൊണ്ടൊരു പ്രയോജനവുമില്ല. അപ്പോൾ അവർ യാത്രയൊക്കെ നടത്താൻ പോകുമ്പോൾ തീർത്ഥാടനത്തൊക്കെ അവർ പോയാൽ ഈ കുട്ടിയെ കൊണ്ടുപോകില്ല. ഏതെങ്കിലും കല്യാണത്തിന് പോയാൽ ഇവനെ കൊണ്ടുപോകില്ല. ഇവൻ വീട്ടിൽ തന്നെയായിരിക്കും. കുട്ടികൾ കളിക്കുന്ന സമയത്ത് ആരും ഇവനെ ക്ഷണിക്കാതെയായി. കാരണം ഇവൻ അവരോടൊന്നും ഇടപഴകുന്നില്ല. അപ്പോൾ അവർ ക്ഷണിക്കാതെയായി. കുറേശ്ശെ എല്ലാവരും അവനെ അവഗണിക്കാൻ തുടങ്ങി. അവഗണിക്കാൻ തുടങ്ങി എന്ന് മാത്രമല്ല, കുറേശ്ശെ അവനെ വേദനിപ്പിക്കാനും തുടങ്ങി. വാക്ഷരങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് അവൻ്റെ മാതാപിതാക്കളും മറ്റ് മുതിർന്നവരും അവനെ വേദനിപ്പിക്കാൻ തുടങ്ങി. ഒരു കഴിവുകെട്ട സാധനം, ഒരു മന്ദബുദ്ധി, എന്തൊരു ജന്മം എന്നൊക്കെ അവൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പറഞ്ഞ് ആ കുഞ്ഞു മനസ്സിനെ അവരിങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ സമപ്രായക്കാരായ കുട്ടികളും ജ്യേഷ്ഠസ്ഥാനത്തുള്ളവരും ഒക്കെ അവനെ ഇങ്ങനെ വേദനിപ്പിച്ചു. ഇടയ്ക്ക് അവനെ ഒന്ന് പിച്ചു, ഒന്ന് അടിക്കും. കാരണം അവൻ പ്രതികരിക്കില്ല. അപ്പോൾ അവർക്കതൊരു വിനോദമായി, ഒരു രസമായി, അതൊരു കളിയായി മാറി അവർക്ക്. ഇതൊക്കെ സഹിച്ചുകൊണ്ട് പകച്ചിങ്ങനെ അവരൊക്കെ നോക്കി അവനിരിക്കും. അവനുള്ളിൽ വേദനയുണ്ട്, പക്ഷെ അത് അഭിവ്യക്തമാക്കുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കുറേശ്ശെ അവന് 12 വയസ്സായി. പലതരം ശരവർഷങ്ങൾ ഏറ്റിട്ടുണ്ടെങ്കിലും അവന് 12ാമത്തെ വയസ്സായ സമയത്ത് ഒരു ദിവസം അവൻ്റെ അമ്മ എന്തോ ഒന്ന് പറഞ്ഞ് അവനെ ചീത്ത പറഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്തിനാ ഇങ്ങനെ ഒരു ജന്മം, എവിടേക്കെങ്കിലും ഒന്ന് പോയിക്കൂടെ എന്ന് ചോദിച്ചു. ഇതിനു മുമ്പൊക്കെ ഇതുപോലത്തെ പ്രയോഗങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ദുഃഖം തോന്നിയിട്ടുണ്ടെങ്കിലും അന്ന് അടക്കാൻ പറ്റാത്ത ഒരു താപം, ഒരു വേദന അവൻ്റെ ഹൃദയത്തിലുണ്ടായി. ആ വേദന അവൻ്റെ ഒരു തീ പോലെ അവൻ്റെ ശരീരം മുഴുവൻ പടർന്നു. അവൻ്റെ കണ്ണിൽ നിന്നും ആദ്യമായിട്ട് കണ്ണുനീര് പുറത്തേക്ക് വന്നു. അതുവരെയും അവൻ വികാരം പ്രകടിപ്പിച്ചിട്ടില്ല. അവൻ കരയാൻ തുടങ്ങി. പക്ഷെ അമ്മ അതൊന്നും ശ്രദ്ധിച്ചില്ല. അത് പറഞ്ഞ അമ്മ അകത്തേക്ക് പോയി. അവൻ അമ്മ പോയ ദിക്കിലേക്ക് നോക്കി ഇങ്ങനെ കരയാണ്. എന്നിട്ട് സ്വയം ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്തിനാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ചിന്തിച്ച് ആ കുട്ടിയുടെ ആ വേദനിക്കുന്ന മനസ്സുമായിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ആ വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി അവൻ നടക്കാൻ തുടങ്ങി. അവനെ ആരും ശ്രദ്ധിച്ചില്ല. നടന്ന് ആ പറമ്പൊക്കെ വിട്ടവൻ വഴിയിലേക്ക് ഇറങ്ങി, പെരുവഴിയിലേക്ക് ഇറങ്ങി. അവൻ അവിടെ നിന്ന് അങ്ങനെ നടന്നു നീങ്ങി. കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് കുട്ടിയെ കാണാനില്ല എന്ന് ആരോ മനസ്സിലാക്കിയത്. ആ പരിസരത്തൊക്കെ ഒന്ന് അന്വേഷിച്ചു, കണ്ടുകിട്ടിയില്ല. അവൻ എവിടെയെങ്കിലും പോട്ടെ, വേണമെങ്കിൽ തിരിച്ചു വരും, അല്ലെങ്കിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് ആ വീട്ടുകാരവനെ എഴുതിത്തള്ളി. കാരണം കഴിവുള്ളവരെ മാത്രമേ വീട്ടുകാർക്ക് എപ്പോഴും സ്നേഹമുണ്ടാവും. നമ്മുടെ എല്ലാ സ്നേഹത്തിലും ഒരു സ്വാർത്ഥതയുണ്ടെന്ന് ഉപനിഷത്ത് പറയാറുണ്ട്. അപ്പോൾ ഇവന് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല, ഇവനെ കൊണ്ട് ഈ കുലത്തിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, അപ്പം അത് പോയിക്കോട്ടെ എന്ന രീതിയിൽ അവരവനെ എഴുതിത്തള്ളി. അവൻ പാവം നടന്നു.
നല്ല വിശപ്പുണ്ട്, ഒന്നും കഴിച്ചിട്ടില്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല, ഇതിനു മുമ്പ് ഇത്തരം യാത്രകളൊന്നും ചെയ്തിട്ടില്ല, അപ്പോൾ സ്ഥലങ്ങളെക്കുറിച്ചും ഒരു പരിചയവുമില്ല. പക്ഷെ നടക്കണം. അവൻ്റെ ഉള്ളിൽ ഒരു തീ ഇങ്ങനെ ജ്വലിക്കുകയാണ്, ശരീരം ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്. ആ തീയിൻ്റെ പ്രേരണ കൊണ്ട് അവൻ അങ്ങനെ നടന്നു. അങ്ങനെ നടന്ന് കുറേ ദൂരം ചെന്നപ്പോൾ അവനൊരു സ്ഥലത്തെത്തി. കുറച്ച് വൃക്ഷങ്ങളൊക്കെയുള്ള കുറച്ച് ശാന്തതയുള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ നടുവിൽ ഒരു അമ്പലമുണ്ട്. അത് അമ്പലമാണെന്നൊന്നും അവൻ മനസ്സിലാക്കിയിരുന്നില്ല. കാരണം അവൻ ഇതിനു മുമ്പ് അമ്പലങ്ങളിലൊന്നും പോയിട്ടില്ല. നന്നേ കുട്ടിയായിരിക്കുമ്പോൾ പോയിട്ടുണ്ടായിരിക്കാം, പക്ഷേ വലുതായതിനു ശേഷം അവൻ ആരും കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ട് അവന് അങ്ങനത്തെ ഒരു ഓർമ്മയില്ല. പക്ഷെ നല്ല ശാന്തമായ സ്ഥലമാണ്. അവിടെ കുറച്ച് ആൾക്കാർ ആ അമ്പലത്തിൻ്റെ ആ കെട്ടിടത്തിൻ്റെ അടുത്തുള്ള ഒരു കുളത്തിൽ ചെന്ന് കുളിക്കുന്നത് അവൻ കണ്ടു. അവനിങ്ങനെ നോക്കുകയാണ്, കൗതുകത്തോടു കൂടി നോക്കുകയാണ്. അവന് നല്ല വിശപ്പുണ്ട്, നല്ല ക്ഷീണമുണ്ട്. പക്ഷെ അതൊക്കെ മറന്നുകൊണ്ട് ഒരല്പം നേരത്തേക്ക് അവനിങ്ങനെ കൗതുകത്തോടു കൂടി ഇതെല്ലാം നോക്കി. അവൻ കാണുന്നത് ഓരോരുത്തർ വരുന്നുണ്ട്, ആ കുളത്തിൽ ഒന്ന് മുങ്ങി കുളിച്ച് പുറത്തേക്ക് വന്ന് ഈരനോടുകൂടി അവർ ആ കെട്ടിടത്തിൻ്റെ അകത്തേക്ക് പോകുന്നുണ്ട്, ആ അമ്പലത്തിൻ്റെ അകത്തേക്ക് പോകുന്നുണ്ട്. അത് ഗുരുവായൂർ ക്ഷേത്രമായിരുന്നു. അവനത് ഗുരുവായൂരാണെന്നൊന്നും മനസ്സിലായിരുന്നില്ല. കാരണം ആ സ്ഥലത്തിൻ്റെ പേര് പോലും അവൻ ജീവിതത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ല. അപ്പം അതിൻ്റെ മഹിമയൊന്നും മനസ്സിലാക്കിയിട്ടല്ല അവൻ അവിടെ എത്തിയത്. ഈ എതിർച്ഛയ അവൻ അവിടെ എത്തി, അഥവാ ഭഗവാന്റെ ഇച്ഛയ അവൻ അവിടെ എത്തി. എന്താണെങ്കിലും അവൻ ആ രുദ്രതീർത്ഥത്തിൽ കുളിക്കുന്ന ആൾക്കാരെ നോക്കി. അവരോരോരുത്തരും മുങ്ങി പൊങ്ങി പുറത്തേക്ക് വന്ന് അകത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ ചെല്ലുന്നത് കൈ ഇങ്ങനെ കൂപ്പിക്കൊണ്ടാണ് അവർ പോകുന്നത്. ഇത് ആ കുട്ടി ഇങ്ങനെ കൗതുകത്തോടു കൂടി നോക്കി. താനും ഇതുപോലെ ചെയ്യാം എന്നവൻ വിചാരിച്ചു. അങ്ങനെ എല്ലാവരും മുങ്ങി. അവിടെ കുറച്ച് പേരേ ഉള്ളൂ, ഇന്നത്തെ പോലത്തെ തിരക്കൊന്നുമില്ല. അപ്പോൾ കുറച്ച് പേര് വന്ന് അവരിങ്ങനെ ഓരോരുത്തരായി മുങ്ങിപ്പോകുന്നത് ആ കുട്ടി നോക്കി. എല്ലാവരും മുങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ആ കുട്ടിയും ചെന്ന് ആ രുദ്രതീർത്ഥത്തിൽ ഒന്ന് സ്നാനം ചെയ്ത് പുറത്തേക്ക് വന്ന് 2 കൈയും ഇങ്ങനെ കൂപ്പി ആ മുമ്പിൽ പോകുന്ന ആൾക്കാരുടെ പിന്നാലെ കുറച്ച് അകലെ നിന്നുകൊണ്ട് പതുക്കെ ഇങ്ങനെ പോയി. കാരണം എല്ലാവരോടും ഒരു ഭയമുണ്ട് ആ കുട്ടിക്ക്. എന്തെങ്കിലും അബദ്ധം പറ്റിയാലോ, ഇവർ ചീത്ത പറയുമോ എന്നൊക്കെ വിചാരമുണ്ട്. എന്നാലും അവർ കാണിക്കുന്നത് പോലെ കാണിക്കാമെന്ന് കരുതി ആ കുട്ടി ആദ്യമായിട്ട് ഇങ്ങനെ തൊഴുത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അകത്തിലേക്ക് പ്രവേശിച്ചു. ചുറ്റമ്പലത്തിലേക്ക് ആ കുട്ടി കയറി ചെന്നു. അങ്ങനെ ചെന്ന് ആ കുട്ടി നോക്കുന്നുണ്ട്. അപ്പം നോക്കുന്ന സമയത്ത് ഇവരൊക്കെ പതുക്കെ അകത്തേക്ക്, നാലമ്പലത്തിൻ്റെ അകത്തേക്ക്, ആ കവാടം കടന്ന് അകത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ കുട്ടി ഇങ്ങനെ നോക്കി. എല്ലാവരും പതുക്കെ അകത്തേക്ക് ചെന്ന് അവിടെ ഒരു മണ്ഡപം കാണാനുണ്ട്. അതിൻ്റെ മുമ്പിൽ ഒരു സോപാനപ്പടിയുണ്ട്. അതിൻ്റെ അകത്ത് ശ്രീലകത്ത് ഒരു വിഗ്രഹം ഇരിക്കുന്നുണ്ട്. നിറയെ വിളക്കുകൾ തിളങ്ങുന്നുണ്ട്. അതിൻ്റെ ശോഭയിൽ ആ വിഗ്രഹം ഇങ്ങനെ ജ്വലിക്കുന്നുണ്ട്. 4 കൈകളോട് കൂടിയിട്ടുള്ള നല്ല കറുകറുത്ത ഒരു വിഗ്രഹമാണ്. നല്ല തേജസ്സുമുണ്ട്. കറുപ്പാണ്, എന്നാൽ തേജസ്സുമുണ്ട്. അങ്ങനത്തെ ഒരു വിഗ്രഹം. ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുള്ള വിഗ്രഹമാണ്. ചതുർബാഹുഭാവത്തിൽ ശംഖുണ്ട്, ചക്രമുണ്ട്, ഗദയുണ്ട്, പത്മമുണ്ട്, ഇതൊക്കെ ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന ആ ഗുരുവായൂരപ്പൻ്റെ ആ സാക്ഷാത്തായ രൂപം ആ കുട്ടി ഇങ്ങനെ ദൂരെ നിന്ന് നോക്കുകയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ ചെല്ലുന്നു, ആ സോപാനപ്പടിയുടെ മുമ്പിൽ നിൽക്കുന്നു, ഭഗവാനെ നമിക്കുന്നു. എന്നിട്ട് ഭഗവാനോട് ആദ്യം കൃഷ്ണാ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നു. അങ്ങനെ വിളിച്ചു കഴിഞ്ഞിട്ട് അവരവരുടെ സങ്കടങ്ങൾ പറയുന്നു. ഇത് ഈ കുട്ടി ഇങ്ങനെ ദൂരെ നിന്ന് നോക്കുകയാണ്. ആ കുട്ടിയെ കവാടം കടന്നില്ല, അതിൻ്റെ അപ്പുറത്ത് നിന്ന്, അതായത് ചുറ്റമ്പലത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ നോക്കുകയാണ്. ആ ബലിപീഠത്തിൻ്റെ ഒക്കെ അടുത്ത് നിന്ന് നോക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് പോകുന്നത് ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ എല്ലാവരും ചെല്ലുന്നു, കൃഷ്ണാ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നു. അത് കഴിഞ്ഞ് അവരുടെ സങ്കടങ്ങൾ പറയുന്നു. അപ്പോൾ ആ കുട്ടി മനസ്സിലാക്കി അകത്തിരിക്കുന്ന ആൾ സങ്കടം കേൾക്കുന്നവനാണ്. അവൻ്റെ പേര് കൃഷ്ണാ ഗുരുവായൂരപ്പ എന്നാണെന്ന് ആ കുട്ടി മനസ്സിലാക്കി. അപ്പോൾ കുട്ടി ഇങ്ങനെ നോക്കി ഓരോരുത്തർ തൊഴുത് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഇനി ആരും ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ കുട്ടി ചെന്നു. അങ്ങനെ ചെന്ന് മുമ്പിൽ നിന്നു. അപ്പോൾ പണ്ടത്തെ പോലത്തെ തിരക്കൊന്നുമില്ല, ഇപ്പോൾ അവിടെ ആൾക്കാരൊന്നുമില്ല. ഇന്നൊക്കെ ആണെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മളെ പിടിച്ചു മാറ്റും. എന്നാൽ അന്നൊക്കെ മനസ്സ് നിറയെ ഭഗവാനെ കണ്ട് തൊഴാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ കുട്ടി എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അതുപോലെ ആ നമസ്കാര മണ്ഡപമൊക്കെ കടന്ന് സോപാനപ്പടിയുടെ മുമ്പിലെത്തി ഒന്നുകൂടി ആ രൂപം ഒന്ന് നോക്കി. ഇങ്ങനെ നല്ല ചിരിച്ചിരിക്കുന്ന പോലെ ആ കുട്ടിക്ക് തോന്നി, നല്ല തേജസ്സുള്ള ഭഗവാന്റെ ഭാവം. അപ്പോൾ ആ വിളക്കിൻ്റെ ശോഭയോടുകൂടി ഇങ്ങനെ അത്ഭുതത്തോടു കൂടി ആ വിഗ്രഹത്തെ നോക്കി ആ കുട്ടിയും വിളിച്ചു, കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചു. ഭഗവാൻ വിളി കേൾക്കുന്നത് പോലെ ആ കുട്ടിക്ക് തോന്നി. കാരണം ഇതിനു മുമ്പുണ്ടായിരുന്നവരൊക്കെ വിളിച്ചു, അവരുടെ പരാതികൾ, അവരുടെ ദുഃഖങ്ങൾ പറഞ്ഞു. അതൊക്കെ അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടെന്നുള്ള ഭാവത്തിലാണ് ഈ കുട്ടി കാണുന്നത്. അപ്പോൾ ഭഗവാൻ വിളി കേട്ട പോലെ ആ കുട്ടിക്ക് തോന്നി. അപ്പോൾ അത്രയും ഭാവം ഉണർന്നപ്പോൾ ആ കുട്ടി ആദ്യത്തെ ദുഃഖം തന്നെ പറഞ്ഞു, ഗുരുവായൂരപ്പ എനിക്ക് വിശക്കുന്നല്ലോ എന്ന്. കാരണം നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഈ കൗതുകത്തിൽ കുറച്ച് നേരത്തേക്ക് അത് മറന്നതായിരുന്നു. ഭഗവാന്റെ സാന്നിധ്യത്തിൽ എത്തിയപ്പോൾ ആ വിശപ്പ് ഓർമ്മ വന്നു. അപ്പോൾ ഗുരുവായൂരപ്പ കൃഷ്ണ വിശക്കുന്നല്ലോ എന്ന് വിളിച്ചു പറഞ്ഞു. ആ വിളിച്ചു പറഞ്ഞ സമയത്ത് മോനെ എന്നൊരു വിളി കേട്ടു ആ കുട്ടി.
ആ വിളി കേട്ട സമയത്ത് കുട്ടി പെട്ടെന്ന് നോക്കി. കാരണം അവിടെ ആരും ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ് കുട്ടി നിൽക്കുന്നത്. അപ്പം ആരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ വിളി വന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു. വിളി വന്നത് കുട്ടി വന്ന വഴിയിലുള്ള മണ്ഡപത്തിൽ നിന്നാണ്. അതായത് നമ്മൾ ഗുരുവായൂരമ്പലത്തിൻ്റെ നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് രണ്ട് ഭാഗത്തും മണ്ഡപങ്ങളുണ്ട്. അവിടെ ഇരുന്നിട്ട് നമുക്ക് ഭഗവാനെ ഭജിക്കാനൊക്കെ പണ്ട് സാധിക്കുമായിരുന്നു. അപ്പോൾ അതിൽ പ്രവേശിക്കുന്ന സമയത്ത് വലത് ഭാഗത്തുള്ള മണ്ഡപത്തിലാണ് ആ ശബ്ദം വന്നത്. അപ്പോൾ അങ്ങോട്ട് നോക്കി. അതായത് ഗുരുവായൂരപ്പൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ഇടത്ത് ഭാഗത്തുള്ള മണ്ഡപത്തിൽ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു അമ്മ ഇരിക്കുന്നു, ഒരു സ്ത്രീ ഇരിക്കുന്നു. നല്ല വെളുവെളുത്ത ദേഹമാണ്, അതായത് മഞ്ഞിൻ്റെ വെളുപ്പാണ്. അതും ഒരു സാധാരണ വെളുപ്പല്ല, നല്ല കാന്തിയുള്ള വെളുപ്പാണ്. നല്ല വെട്ടിത്തിളങ്ങുന്ന ചുവന്ന പട്ടാണ് അമ്മ ഉടുത്തിട്ടുള്ളത്. ഒരുപാട് ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. നല്ല തേജസ്. ആ കുട്ടി ഇങ്ങനെ അമ്മയെ തന്നെ നോക്കി നിന്നു. എന്താ ഏതാ എന്ന് ചോദിക്കാൻ പോലും പറ്റാതെ ആശ്ചര്യത്തോടു കൂടി അമ്മ ഇങ്ങനെ നോക്കി നിന്നു. അപ്പം അമ്മ ഒന്നും കൂടി വിളിച്ചു, മോനെ നിനക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ആ കുട്ടി തലയാട്ടി, വിശക്കുന്നുണ്ട്. പറയാനൊന്നും പറ്റുന്നില്ല, തലയാട്ടി. അപ്പം അമ്മ അങ്ങനെ വിളിച്ചു, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. വാ എന്ന് പറഞ്ഞപ്പോൾ കുട്ടി ഓടിച്ചെന്ന് വളരെ സ്നേഹത്തോടു കൂടി അമ്മയെ നോക്കിയപ്പോൾ അമ്മ ഒരു പാത്രം നീട്ടി. ഇത് ഗുരുവായൂരപ്പൻ്റെ പാൽപ്പായസമാണ്, കുടിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ പാൽപ്പായസം എന്താണെന്നൊന്നും ആ കുട്ടിക്ക് അറിയില്ല. കുട്ടി അത് വാങ്ങി. ഗുരുവായൂരപ്പൻ്റെ എന്തോ ഒരു പ്രസാദമാണെന്ന് കരുതി, ഗുരുവായൂരപ്പൻ തന്നതാണെന്ന് കരുതി ആ കുട്ടി അത് വേഗം കുടിച്ചു. അത് മുഴുവൻ കുടിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഈ അമ്മയെ കുട്ടി നോക്കി. കാരണം അത് അകത്തേക്ക് ചെന്നപ്പോഴേക്കും വിശപ്പ് പൂർണ്ണമായി മാറി. വിശപ്പ് മാറി, ക്ഷീണമകന്നു. ഒരു പുതിയ ഊർജം അവൻ്റെ ഉള്ളിലുണ്ടായി. ഇതുവരെ കത്തിജ്വലിക്കുന്ന തീയുമായിട്ടാണ് അവൻ വന്നത്. ഇപ്പോഴും അഗ്നിയുണ്ട് ഉള്ളിൽ, പക്ഷെ ഇതൊരു തണുത്ത ഭാവമാണ്. അവനൊരു കുളിർമയാണ് അകത്തുണ്ടായത്. പ്രത്യേകതരം ഒരു വിചിത്രമായ ജ്വാല അവൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്ഫുരിക്കുന്ന പോലെ അവന് തോന്നി. അപ്പോൾ ഒരു പുതിയ ചെക്കൻ്റെ ഭാവത്തിൽ ആ കുട്ടി ഈ അമ്മയെ ഒന്നും കൂടി നോക്കി. നല്ല നന്ദിയോടുകൂടി നോക്കിയിട്ട് ഒന്ന് ചിരിച്ചു. ആ ചിരി കണ്ടപ്പോൾ അമ്മയ്ക്ക് നല്ല സന്തോഷമായി. അമ്മയും ഒന്ന് ചിരിച്ചിട്ട് അവൻ്റെ കവിളിൽ ഒന്ന് തലോടി. എന്താ നിന്റെ പേര് എന്ന് ചോദിച്ചു. രാഘവൻ എന്നാ കുട്ടി പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അവൻ ആ അമ്മയെ ഒന്ന് നോക്കിയത്. ആദ്യമായിട്ട് അടിമുടി ഒന്ന് നോക്കി. കാരണം ആരായി അമ്മ, എൻ്റെ വിശപ്പ് മാറ്റി തന്ന അമ്മ ആരാണെന്നുള്ളൊരു കൗതുകത്തോടു കൂടി, ഇത്രയും ശോഭയുള്ള ഒരു സ്ത്രീയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന ഭാവത്തോടു കൂടി അമ്മയെ ഒന്ന് അടിമുടി നോക്കി. അപ്പോൾ അങ്ങനെ ചുരുണ്ട നല്ല കറുത്ത മുടി, നല്ല വെളുത്ത ദേഹം, നെറ്റി ഇങ്ങനെ ശോഭിക്കുന്നുണ്ട്. കണ്ണ് നല്ല കോമളമായ കണ്ണുകൾ, ചെവിയിൽ ആഭരണങ്ങളുണ്ട്, കഴുത്തിൽ ആഭരണങ്ങളുണ്ട്, കയ്യിൽ ആഭരണങ്ങൾ ധരിച്ചിട്ടുണ്ട്. അങ്ങനെ അമ്മയുടെ ആ ചുവന്ന പട്ട് ധരിച്ചിട്ടുള്ള ദേഹം, ഇതൊക്കെ അങ്ങനെ നോക്കി കാല് വരെ അങ്ങനെ ആ കുട്ടി നോക്കി കൗതുകത്തോടു കൂടി. അമ്മ അങ്ങനെ ഇരുന്നു കൊടുത്തു, എന്നെ കണ്ടോട്ടെ എന്ന ഭാവത്തിൽ. അങ്ങനെ മുഴുവൻ മുടി മുതൽ കാല് വരെ നോക്കി വീണ്ടും ഇങ്ങനെ മുകളിലേക്ക് 2-3 തവണ നോക്കി കഴിഞ്ഞപ്പോഴാണ് ആ കുട്ടി ശ്രദ്ധിച്ചത്, ആ അമ്മയുടെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം കണ്ടപ്പോൾ കൗതുകം തോന്നി. കുട്ടി ആ പാത്രം അമ്മയുടെ മുമ്പിൽ വെച്ചു. അമ്മയുടെ മുമ്പിൽ വെച്ചിട്ട്, അതായത് പായസം കുടിച്ച പാത്രം വെച്ചിട്ട് ആ പുസ്തകത്തേക്ക് നോക്കി ചോദിച്ചു, ഇതെന്താണ് അമ്മേ? അപ്പം അമ്മ ചിരിച്ചിട്ട് പറഞ്ഞു, മോനെ ഇത് വിഷ്ണു സഹസ്രനാമമാണെന്ന്. കുട്ടി അങ്ങനെ ഒരു പേരേ കേട്ടിട്ടില്ല. വിഷ്ണു സഹസ്രനാമോ, അതെന്താണ് അമ്മയെന്ന് ചോദിച്ചു. പറഞ്ഞു, മോനെ അകത്തിരിക്കുന്ന ആളിൽ ആ ഗുരുവായൂരപ്പൻ, അദ്ദേഹത്തിൻ്റെ 1000 നാമങ്ങളാണ് ഇതിലെന്ന്. 1000 നാമങ്ങളുണ്ടോ അദ്ദേഹത്തിന്? കുട്ടിക്ക് കൗതുകമായി. കാരണം ഇതുപോലെ ഒരാളെ കേട്ടിട്ടില്ല, ഇത്രയും പേരുകളോ. അമ്മ പറഞ്ഞു, മോനെ 1000 നാമങ്ങളല്ല, അദ്ദേഹത്തിന് എത്ര നാമങ്ങളാണെന്ന് ആർക്കും അറിയില്ല. അത്രയും നാമങ്ങളുണ്ട്. പക്ഷെ അതിൽ നിന്നും ഒരു 1000 എണ്ണത്തെ എടുത്ത് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഇത്. അപ്പം അമ്മ എന്തിനാ അത് പിടിച്ചിരിക്കണേ എന്ന് ചോദിച്ചു. മോനെ ഇത് ജപിക്കാനുള്ള ഗ്രന്ഥമാണ്, ജപിക്കുകയോ എന്ന് പറഞ്ഞ്. അപ്പം അമ്മ പറഞ്ഞു കൊടുത്തു, മോനെ നമ്മൾ ഇത് ഭഗവാന്റെ മുമ്പിലിരുന്ന് ഇതിലെ ഓരോ നാമങ്ങളും ഉറക്കെ വിളിക്കണം. അപ്പം ഭഗവാൻ കേൾക്കും. ഭഗവാൻ കേൾക്കൂ? ഭഗവാൻ കേട്ടാൽ എന്ത് സംഭവിക്കും എന്ന് കുട്ടി ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു, ഭഗവാൻ കേട്ടാൽ ഭഗവാന് സന്തോഷമുണ്ടാവും. ആ ഭഗവാൻ സന്തോഷിക്കും. ഭഗവാൻ സന്തോഷിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് കുട്ടി ചോദിച്ചു. അമ്മ പറഞ്ഞു, ഭഗവാൻ സന്തോഷിച്ചാൽ ഭഗവാൻ നിന്നെ അനുഗ്രഹിക്കും. ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയാൽ എന്താ സംഭവിക്കുക അമ്മേ എന്ന് കുട്ടി ചോദിച്ചു. അമ്മ പറഞ്ഞു, ഭഗവാൻ അനുഗ്രഹിച്ചാൽ നിനക്ക് എല്ലാ അഭിവൃദ്ധിയും ഉണ്ടാവും, എല്ലാ ക്ഷേമവും ഉണ്ടാവും, ഭഗവാന്റെ ഭക്തനായി നീ ഭവിക്കും എന്ന് പറഞ്ഞു. ഓ, അപ്പം ഞാൻ എല്ലാ അഭിവൃദ്ധിയും ഉണ്ടാവാൻ ഇത് ജപിച്ചാൽ മതിയല്ലേ അമ്മേ എന്ന് ചോദിച്ചു ആ കുട്ടി. ഓ മോനെ, അത് മതി എന്ന് പറഞ്ഞു. പിന്നെ ആ കുട്ടിയുടെ മുഖത്തൊരു നിരാശ വന്നു. അപ്പം അമ്മ ചോദിച്ചു, എന്തു പറ്റി മോനെ? അല്ല, എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല, ഞാൻ ഇങ്ങനൊരു പുസ്തകം എവിടുന്നാ സംഘടിപ്പിക്കുക?
എനിക്കും ഇതൊക്കെ ചൊല്ലണമെന്നുണ്ട്, പക്ഷെ എന്താ ചെയ്യുക, അത് ഓർത്ത് ഞാൻ വിഷമിച്ചു പോയി എന്ന് ആ കുട്ടി പറഞ്ഞു. നിഷ്കളങ്കമായിട്ടാണ് പറയുന്നത്. അപ്പം അമ്മ ചിരിച്ചു. മോനെ, നീ എന്തിനാ വേറെ പുസ്തകം തേടണേ, ഇതാ ഇത് തന്നെ നീ വെച്ചോ, ഇത് നിനക്കുള്ളതാണെന്ന് പറഞ്ഞ് അമ്മ ആ പുസ്തകം കുട്ടിക്ക് കൊടുത്തു. കുട്ടി 2 കൈയും നീട്ടി ദിവ്യമായ ഒരു വസ്തുവാണെന്നുള്ള ബോധത്തോടു കൂടി അത് സ്വീകരിച്ചു. ഇങ്ങനെ നോക്കിയപ്പോൾ അതിൽ മലയാളത്തിൽ ഇങ്ങനെ വിഷ്ണു സഹസ്രനാമം എന്ന പേര് എഴുതിയിട്ട് അതിങ്ങനെ കുട്ടി തപ്പി തപ്പി വായിച്ചു. ആ ഭഗവാന്റെ നാമങ്ങളാണെന്ന് പറഞ്ഞ് അത് സ്വീകരിച്ചു. എന്നിട്ട് അമ്മയെ ഒന്ന് നോക്കി. അമ്മ ഒന്ന് ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, നിനക്ക് മലയാളം വായിക്കാൻ അറിയോ കുട്ടിയെന്ന്? ഒരുവിധമൊക്കെ ഞാൻ വായിച്ചോളാം അമ്മേ എന്ന് പറഞ്ഞു. അത് മതി എന്ന് പറഞ്ഞ് 2 കൈയും ആ കുട്ടിയുടെ തലയിൽ വെച്ച് ആ കുട്ടിയെ അനുഗ്രഹിച്ചു. നന്നായി വരും എന്ന് പറഞ്ഞു. എന്നിട്ട് ആ കുട്ടിയെ നോക്കി ഒന്നും കൂടി ചിരിച്ചു. അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ ആ പായസമുണ്ടായിരുന്ന പാത്രം എടുത്ത് ഗുരുവായൂരപ്പനെ ഒന്ന് നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് ആ അമ്മ പതുക്കെ നടന്നു. ആ ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിച്ച് ഒന്നും കൂടി തിരിഞ്ഞു നോക്കി ആ കുട്ടിയെ നോക്കി ഒന്ന് ചിരിച്ച് അമ്മ അങ്ങനെ ഇടത്തോട്ട് നടന്നു പോയി. ഈ കുട്ടി ഇതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കൗതുകത്തോടു കൂടി. അമ്മ പോയി കഴിഞ്ഞിട്ടും ആ കുട്ടി ആ ഭാഗത്തേക്ക് തന്നെ നോക്കണം. ആരാണ് ഈ അമ്മ? എൻ്റെ വിശപ്പ് മാറ്റി തന്നു, ഇപ്പോൾ ഇതാ ഗുരുവായൂരപ്പനെ വിളിക്കാനുള്ള പേരുകളും എനിക്ക് തന്നു പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് കുറേ നേരം നോക്കി. അത് കഴിഞ്ഞപ്പോഴാണ്, അല്ല ഞാനിത് ചെല്ലണ്ടേ, അതിനല്ലേ അമ്മ തന്നത്, ഞാനത് ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് ആ അമ്മ ഇരുന്ന സ്ഥാനത്ത് കുട്ടി പോയിരുന്നു. ആ മണ്ഡപത്തിലിരുന്നു. അമ്മ ഇരുന്ന പോലെ ചമ്രമൊക്കെ പടിഞ്ഞിരുന്നു. എന്നിട്ട് ആ പുസ്തകം തുറന്ന് നോക്കിയപ്പോൾ പതുക്കെ കുട്ടിക്ക് വായിക്കാൻ വളരെ കുറച്ച് ശേഷിയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തപ്പി ആ മലയാളം ലിപിയിലുള്ള നാമങ്ങൾ വായിക്കാൻ തുടങ്ങി. വിശ്വം, വിഷ്ണു എന്ന് പറഞ്ഞിങ്ങനെ വായിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഓരോന്നായിട്ട് വായിക്കുകയാണ്. ഉറക്കെ വിളിക്കുകയാണ്. കാരണം കുട്ടി ഇതിലെ പേര് വിളിച്ചാൽ ഭഗവാൻ കേൾക്കുമെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം ആ ഭാവത്തോടു കൂടി വിളിക്കുകയാണ്. ഗുരുവായൂരപ്പൻ ഇങ്ങനെ വിളിക്കുകയാണ്. വിശ്വം എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പം ഭഗവാൻ ഇങ്ങനെ സന്തോഷിക്കുന്ന പോലെ കുട്ടിക്ക് തോന്നുകയാണ്. ആ ഭഗവാൻ സന്തോഷമായി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോ പേര് ഈ കുട്ടി ഇങ്ങനെ എടുത്തെടുത്ത് വിളിക്കുകയാണ്. അതൊക്കെ കേട്ടുകൊണ്ട് ഗുരുവായൂരപ്പൻ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ വേറെ ആരും ഇല്ല. ശബ്ദമൊന്നും ഉണ്ടാക്കരുതെന്നൊന്നും പറയാൻ അന്ന് കാലത്ത് ആൾക്കാരില്ല. ഭക്തരുണ്ടെങ്കിൽ തന്നെ കുറവാണ്. ഉള്ളവരും ഭഗവാന്റെ പേര് കേട്ടാൽ ചീത്തയൊന്നും പറയില്ല. കുട്ടിക്ക് പാവം അങ്ങനത്തെ ഒരു വിചാരം ഉണ്ടായിരുന്നില്ല. അതിങ്ങനെ വിളിക്കാൻ തുടങ്ങി. ഓരോ പേരായിട്ട് വിളിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്ത് ഗുരുവായൂരിൽ താമസമാക്കിയിരുന്ന ഒരു ഭാഗവതൻ, അതായത് ഭഗവാന്റെ കഥകൾ പറയുന്ന ഒരു മഹാപുരുഷൻ, വളരെ കേമനായ ഭക്തനായിരുന്നു. എല്ലാവരോടും കരുണയായിരുന്നു ആ മഹാത്മാവിന്. അദ്ദേഹം ഭഗവാനെ എല്ലാ ദിവസവും തൊഴാൻ വരും. അപ്പോൾ അന്നത്തെ ദിവസവും തൊഴാൻ വരികയാണ്. അപ്പോൾ വരുന്ന സമയത്ത് അദ്ദേഹം ആ കുളത്തിൽ വന്നു. കുളത്തിൽ മുങ്ങിക്കുളിച്ചു ഈരനോടുകൂടി ഭഗവാന്റെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഒരു കുട്ടിയുടെ ശബ്ദമാണ്. ഭഗവാന്റെ പേര് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചാരണത്തിലൊക്കെ ചെറിയ തെറ്റുകളുണ്ട്. അപ്പോൾ അയാൾക്ക് കൗതുകം തോന്നി. ആരപ്പോൾ ഭഗവാൻ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത് എന്ന് വിചാരിച്ച അയാളിങ്ങനെ ഇപ്പോൾ ഭഗവാനെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ ആരായി വിളിക്കുന്നത്, കാരണം ആ ശബ്ദം വരുന്നത് ആ മണ്ഡപത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അങ്ങോട്ട് നോക്കി അദ്ദേഹം നാലമ്പലത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കുട്ടി ഇങ്ങനെ ഓരോ പേര് വിളിച്ച് അയാൾ പ്രവേശിക്കുന്ന സമയത്ത് പത്മനാഭോ എന്ന് വിളിച്ചിട്ട് നോക്കി. ആ ഭഗവാൻ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നോക്കി മരപ്രഭു എന്ന് വിളിച്ചിട്ട് വീണ്ടും നോക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. കുട്ടി ഇങ്ങനെ കൗതുകത്തോട് നോക്കുകയാണ്. ആ സമയത്താണ് ഇദ്ദേഹം പ്രവേശിക്കുന്നത്. അപ്പോൾ പ്രവേശിച്ചപ്പോൾ കേട്ട പേര് മരപ്രഭു എന്നാണ്. അത് കേട്ടപ്പോൾ അയാൾ ചിരിച്ചു. ഹാ കുട്ടി എന്തായി കാണിക്കണേ, മരപ്രഭു എന്നാണോ അവിടെ എഴുതിയിരിക്കുന്നത് എന്ന് ചോദിച്ചു. നല്ല കരുണയുള്ള മനുഷ്യനാണ്. അപ്പോൾ കുട്ടിയെ ഒന്ന് തിരുത്തി കൊടുക്കാമെന്ന് പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞത്. കുട്ടി പക്ഷെ പേടിച്ചു പോയി. അയ്യോ എനിക്ക് എന്തെങ്കിലും തെറ്റു പറ്റൂ എന്താന്ന് പറഞ്ഞിട്ട് കുട്ടി ഒന്നുകൂടി നോക്കി. അതെ, മരപ്രഭു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താ കുട്ടി, മരപ്രഭു ആണോ അത് എന്ന് ചോദിച്ചപ്പോൾ ഒന്നും കൂടി നോക്കി. അതെ, മരപ്രഭു ആണ് എന്ന് പറഞ്ഞു. അപ്പം അയാൾ ചിരിച്ചു പറഞ്ഞു, മോനെ മരപ്രഭു എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയും, നീ ഒന്ന് പറഞ്ഞു എന്താണ് ഈ മരപ്രഭു എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി കുറച്ചു നേരം നോക്കി ആലോചിച്ചു. പ്രഭു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ രാജാവിനെ പോലെയാണ്. മരം എന്ന് പറഞ്ഞാൽ മരങ്ങൾ. അപ്പം മരങ്ങളുടെ രാജാവ്, മരങ്ങളുടെ പ്രഭു, അതല്ലേ അർത്ഥം എന്ന് ചോദിച്ചപ്പോൾ അയാൾ പൊട്ടി ചിരിച്ചു. കാരണം ആ ശബ്ദം ശരിക്കും അമരപ്രഭു എന്നാണ്, അമരന്മാരുടെ പ്രഭു എന്നാണ്. ഇനിയിപ്പോൾ മരപ്രഭു എന്നെടുത്താലും സംസ്കൃതത്തിൽ മര ശബ്ദത്തിന് മർത്യർ എന്നാണ് അർത്ഥം. അപ്പോൾ മർത്യന്മാരുടെ, സാധാരണ മനുഷ്യരുടെ, മരണമുള്ള ആൾക്കാരാണ് മർത്യർ, അവരുടെ പ്രഭുവായിരിക്കുന്നവൻ എന്ന് വരും. സംസ്കൃതത്തിൽ മര ശബ്ദത്തിന് മരം എന്ന മലയാളം അർത്ഥമില്ല. അപ്പോൾ അതുപോലും അറിയാത്തൊരു നിഷ്കളങ്കമായ കുട്ടിയാണല്ലോ എന്ന് ഓർത്ത് അയാൾ ചിരിച്ചതാണ്. അല്ലാണ്ട് ആ കുട്ടിയെ വേദനിപ്പിക്കണമെന്നോ പരിഹസിക്കണമെന്നോ ഒന്നും കരുതിയിട്ടല്ല. ഒരു ചിരി വന്നു അത് കേട്ടപ്പോൾ. അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടിമിന്നലേറ്റ പോലത്തെ ഒരു നാദം, ഇടിമുഴക്കത്തിൻ്റെ ഗർജനം ആ ശ്രീലകത്ത് നിന്നും പുറത്തേക്ക് വന്നു. ആ ശബ്ദം ഇങ്ങനെ വന്നത് അയാളും ആ കുട്ടിയും കേട്ടു. ശബ്ദം ചോദിച്ചത് ഇത്ര മാത്രമാണ്, എന്താ ഭാഗവതരെ,
മരങ്ങളുടെ പ്രഭു ഞാനല്ല എന്നാണോ എന്ന്. അത് കേട്ടതും രണ്ടുപേരും തരിച്ചുപോയി. കുട്ടി അകത്തേക്ക് നോക്കണം, ആ ഗുരുവായൂരപ്പൻ സംസാരിച്ചു, അപ്പം ഞാൻ പറഞ്ഞത് ശരിയാണെന്നുള്ള കൗതുകത്തിൽ കുട്ടി നോക്കിയപ്പോൾ ഭാഗവതർ പകച്ചുകൊണ്ടാണ് നോക്കുന്നത്. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഭഗവാന്റെ ശബ്ദം കേൾക്കുന്നത്. എത്രയോ കാലമായിട്ട് ഉപാസന നടത്തുന്നു, പക്ഷെ ഈ കുട്ടിക്ക് വേണ്ടി ഭഗവാൻ ശബ്ദിച്ചല്ലോ എന്ന് കേട്ട് ഇങ്ങനെ കോരിത്തരിച്ച് നിൽക്കണേ. രോമാഞ്ചം ഉണ്ടായിട്ടുണ്ട് ദേഹമാസമല്ല. അദ്ദേഹം ഇങ്ങനെ നിന്നു, അനങ്ങാൻ പോലും പറ്റാതെ നിന്നു. കുട്ടി ഗുരുവായൂരപ്പനെ അങ്ങനെ നോക്കുകയാണ്. കാരണം കാരണം കുട്ടിയുടെ വിചാരം ഗുരുവായൂരപ്പൻ അവിടെയുണ്ട്, സംസാരിക്കും, താൻ പറയുന്നതൊക്കെ കേൾക്കുമെന്ന ഭാവത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ ആ ശുദ്ധമായ ഭാവം ഉള്ളത് കൊണ്ട് കുട്ടിക്ക് പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നിയില്ല. ആ ഗുരുവായൂരപ്പൻ പറഞ്ഞാണ് മരങ്ങളുടെ പ്രഭു അദ്ദേഹമാണെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹമാണെങ്കിൽ പകച്ചു നിൽക്കുകയാണ്. പകച്ചു കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോഴാണ് ആ ഭക്തി ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ജ്വലിച്ച് കണ്ണിലൂടെ അശ്രുവായിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് ഭഗവാന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. അപ്പോഴാണ് ഈ കുട്ടി ഇയാളെ ശ്രദ്ധിക്കുന്നത്. അയ്യോ അദ്ദേഹത്തിന് എന്ത് പറ്റി, ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഇഷ്ടമായില്ലോ, എന്ത് പറ്റി എന്ന് പറഞ്ഞ് ഓടിച്ചില്ല. അപ്പം നോക്കുമ്പോൾ ഇങ്ങനെ വടി പോലെ കിടക്കുകയാണ്. അയ്യോ അദ്ദേഹം വീണു പോയല്ലോ, മരിച്ചു പോയോ എന്നൊക്കെ ആ കുട്ടി പേടിച്ചു പോയി. അപ്പം കുട്ടി ഇങ്ങനെ അയാളെ തട്ടുന്നുണ്ട്, നീക്കൂ എന്ന് പറയുന്നുണ്ട്. ഗുരുവായൂരപ്പ നീക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയാണ്. കാരണം ഗുരുവായൂരപ്പനകത്തുണ്ട് ആ കുട്ടിക്ക്. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് തട്ടണ്. അയാൾ പതുക്കെ കുറേ നേരം അങ്ങനെ കടന്ന് പതുക്കെ നീറ്റു. ഗുരുവായൂരപ്പനെ നോക്കി, കണ്ണൊക്കെ അങ്ങനെ കലങ്ങിയിരിക്കുകയാണ്. അപ്പം അതിലിങ്ങനെ വെട്ടിത്തിളങ്ങനെ ഗുരുവായൂരപ്പനെയാണ് കാണുന്നത്. കാരണം വിളക്കൊക്കെ ഉണ്ട്. അപ്പം കണ്ണിൽ ജലം കൂടി വരുമ്പോൾ ഒരു വല്ലാത്തൊരു പ്രകാശത്തോടു കൂടി കാണുന്നു. കുറച്ചു നേരം അങ്ങനെ നോക്കി. അങ്ങനെ കണ്ണുനീരൊക്കെ പതുക്കെ കുറഞ്ഞപ്പോൾ ആ കുട്ടി ഒന്ന് നോക്കി. എൻ്റെ മോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. ആ കുട്ടിക്ക് മനസ്സിലായില്ലേ, കുട്ടി ആകെ പകച്ചുപോയി. അപ്പോൾ ഇയാൾ എന്തിനാ എന്നെ കെട്ടിപ്പിടിക്കുന്നത്, എന്ത് പറ്റിയാവോ എന്നൊക്കെ പറഞ്ഞ കുട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ സമാധാനം ഉണ്ടായാലും നീറ്റുമല്ലോ എന്നുള്ള സമാധാനമുണ്ട്. കുറച്ച് നേരം അയാൾ ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചു നിർന്നു ആ കുട്ടീനെ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചോദിച്ചു, മോനെ നീ ആരാ, നീ എവിടുന്നാ വന്നിരിക്കണേ എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു, എൻ്റെ പേര് രാഘവൻ എന്നാണ്, ഞാൻ വളരെ ദൂരെ നിന്ന് വന്നതാണ്, വീട് വിട്ട് വന്നതാണ്. നടന്ന സംഭവങ്ങളൊക്കെ നിഷ്കളങ്കമായി ആ കുട്ടി പറഞ്ഞു. ഇതൊക്കെ കേട്ടു അയാൾക്ക് കണ്ണിലിങ്ങനെ വരുന്നുണ്ട്. ഇത്രയും പാപികളാണല്ലോ എൻ്റെ വീട്ടുകാരെന്നൊക്കെ ആലോചിച്ച് കണ്ണിൽ വെള്ളം വരുന്നുണ്ട്. അങ്ങനെ വന്ന് കുട്ടി ഗുരുവായൂരിലെത്തിയ കാര്യവും ആ അമ്മ പായസം കൊടുത്ത കാര്യവും പറഞ്ഞപ്പോൾ അയാൾക്ക് ആശ്ചര്യമായി. അമ്മയോ, ഏതമ്മ, എവിടെയാണ് കണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഇതാ അവിടെ ആ നമസ്കാര മണ്ഡപം കാണിച്ചു കൊടുത്ത് ഞാൻ ഇരുന്ന് ചൊല്ലിയ ആ സ്ഥലത്താണ് അമ്മ ഇരുന്നതെന്ന് പറഞ്ഞു. നിന്റെ ഒരു ഭാഗ്യമെന്ന് ഓടിച്ചെന്ന് സാഷ്ടാംഗം അവിടെ വീണു. അങ്ങനെ വീണ് കഴിഞ്ഞ് കുറേ നേരം അവിടെ കിടന്നു. അപ്പോൾ കുട്ടി വീണ്ടും പേടിച്ചു, പാവം. ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വീണ് കിടക്കരുത്, ഇപ്പോൾ അത് അവിടെ പോയി വീണ് കിടക്കേണ്ടി, ഇയാൾക്ക് എന്ത് പറ്റിയാവോ എന്ന് പറഞ്ഞ് വീണ്ടും കുട്ടി അടുത്ത് ഓടിച്ചെന്നു, വിളിച്ചു നീപ്പിച്ചു പറഞ്ഞു, എന്ത് പറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, പറയും ആ അമ്മയുടെ രൂപം എന്ന് പറയും, ഒന്നും കൂടി പറയും, ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. കുട്ടി വർണ്ണിച്ചു കൊടുത്തു. കാരണം നല്ലോണം നോക്കിയതാണ് ആ കുട്ടി. അപ്പോൾ ആ മുടി, ആ ചുരുണ്ട മുടി, അമ്മയുടെ ആ വെളുത്ത ദേഹം, ആ പട്ട്, ആഭരണങ്ങൾ, ഇതൊക്കെ വിശദമായി പറഞ്ഞു കൊടുത്തു. ആ പാത്രം, അതിൽ നിന്നും പായസം കൊടുത്തത്, കയ്യിൽ ഈ പുസ്തകം അത് കൊടുത്തതൊക്കെ പറഞ്ഞു. തലയിൽ കൈ വെച്ച് അനുഗ്രഹിച്ചതൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ അദ്ദേഹം വീണ്ടും ആ കുട്ടിയെ കെട്ടിപ്പിടിച്ചിട്ട്, നിന്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു. കുട്ടിക്ക് മനസ്സിലായില്ല. അപ്പോൾ കുട്ടിയോട് പറഞ്ഞു, മോനെ നിന്നെ ഇപ്പോൾ വന്ന് അനുഗ്രഹിച്ചത് സാക്ഷാത് ഇടത്തരികത്ത് കാവിലമ്മയാണ്. കുട്ടി ചോദിച്ചു, അതാരാ, അതെനിക്കറിയില്ലല്ലോ. നിന്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞ് ആദ്യം നീ പോയി ഗുരുവായൂരപ്പനെ ഒന്ന് തൊഴു എന്ന് പറഞ്ഞു. ഭഗവാന്റെ ശബ്ദം കേട്ടില്ലേ, നിന്റെ വിളി കേട്ടു ഗുരുവായൂരപ്പൻ, പോയി തൊഴു എന്ന് പറഞ്ഞു. കുട്ടി ശരിയെന്ന് പറഞ്ഞു വേഗം പോയി അദ്ദേഹം കാണിച്ച പോലെ തന്നെ സാഷ്ടാംഗം കിടന്നു. കുറച്ചു നേരം അങ്ങനെ കിടന്നു, നീറ്റു. ഗുരുവായൂരപ്പനോട് നല്ല സന്തോഷം തോന്നി, കണ്ണിന്നൊക്കെ അങ്ങനെ അശ്രു വരുന്നുണ്ട്. ഗുരുവായൂരപ്പ നന്ദി എന്ന് പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു. വാ, നിനക്ക് അമ്മയെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ആ കുട്ടിയെ കാവിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഇടത്തരികത്ത് കാവിൽ അമ്മയെ കാണിച്ചു കൊടുത്തു. ഈ അമ്മയാണ് നിന്നെ വന്ന് അനുഗ്രഹിച്ചത്, തൊഴു എന്ന് പറഞ്ഞു. അമ്മയുടെ മുമ്പിൽ കുട്ടി സാഷ്ടാംഗം വീണു കുറേ നേരം അങ്ങനെ കിടന്നു. കാരണം അമ്മയോട് നല്ല സ്നേഹമുണ്ട് ആ കുട്ടിക്ക്. തൻ്റെ വിശപ്പ് മാറ്റിയവളാണ്, തനിക്ക് വിദ്യ തന്നവളാണെന്നുള്ള ബോധമുള്ളത് കൊണ്ട് കുറേ നേരം അവിടെ കിടന്നു. എണീറ്റു. എന്നിട്ട് ഗുരുനാഥനായി അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തെ ഒന്ന് നമിച്ചു. അങ്ങ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതറിഞ്ഞത്. അമ്മയെ എനിക്ക് കാണാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന പോലെ പ്രദക്ഷിണമൊക്കെ വെച്ച് ക്ഷേത്രത്തിലെ തൊഴിലൊക്കെ നടത്തി അമ്പലത്തിൻ്റെ പുറത്തേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു, നീ ഇനി എങ്ങോട്ടും പോകണ്ട, നീ എൻ്റെ കൂടെ ഇരുന്നു. നിന്നെ ഞാൻ എൻ്റെ ശിഷ്യനായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. ഇന്ന് മുതൽക്ക് നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പോൾ കുട്ടിക്ക് വളരെ സന്തോഷം, അങ്ങ് പറയുന്ന പോലെ ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തെ ആ കൂടെ കൂട്ടി അദ്ദേഹം പ്രഭാഷണങ്ങൾ തുടർന്നു. കാരണം ഭാഗവതരാണ്. അപ്പോൾ എവിടെ ചെന്നാലും ആദ്യം ഈ കുട്ടിയെ പരിചയപ്പെടുത്തും. എന്നിട്ട് ഭഗവാൻ മരപ്രഭുവായ കഥ പറഞ്ഞു കൊടുക്കും. അപ്പോൾ എല്ലാ ശ്രോതാക്കളും ഇങ്ങനെ കോരിത്തെരിച്ച് കേട്ടു. ഭഗവാന്റെ ശബ്ദം കേട്ടു, ഭഗവതിയുടെ രൂപം കണ്ടു എന്ന് പറഞ്ഞ് ആ കുട്ടിയെയും നമിക്കും, ഇയാളെയും നമിക്കും. എന്നിട്ട് ആ കഥ മുഴുവൻ കേൾക്കും. അങ്ങനെ ആ മരപ്രഭുവിൻ്റെ കഥ ഗുരുവായൂർ മുഴുവൻ വ്യാപിക്കാൻ തുടങ്ങി. എല്ലാ ഭക്തരും ആ കഥ അറിഞ്ഞു. പലരും വന്ന് മരപ്രഭു എന്ന് വിളിക്കാൻ പോലും തുടങ്ങി ഗുരുവായൂരപ്പനെ. കാരണം ഭഗവാൻ ഇഷ്ടമുള്ള പേരാണ്. ഭഗവാൻ ആ കുട്ടിയോട് പറഞ്ഞില്ലേ, ഞാൻ മരങ്ങളുടെയും പ്രഭുവാണ്, അപ്പോൾ ആ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ് അവർ വിളിക്കാനും തുടങ്ങി.
അങ്ങനെ അദ്ദേഹം ഈ കുട്ടിയെ കൂടെ കൊണ്ട് നടത്തി ആ കുട്ടിക്ക് കുറേശ്ശെ വിദ്യ കൊടുക്കാൻ തുടങ്ങി, സംസ്കൃതമൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. അന്ന് അതുവരെയും ഗുരുവായൂരിലേക്ക് വരുന്നത് വരെയും ഒന്നും ഗ്രഹിക്കാനുള്ള ശേഷി ആ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്ന അമ്മയുടെ കയ്യിൽ നിന്ന് ആ പ്രസാദം വാങ്ങിയതോടുകൂടി പെട്ടെന്ന് പഠിക്കാൻ തുടങ്ങി. ഒരു ഒറ്റ തവണ പറഞ്ഞു കൊടുത്താൽ മതി, കുട്ടി ഗ്രഹിക്കും. രണ്ടാമത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ സംസ്കൃതത്തിൽ പണ്ഡിതനായി. പുരാണങ്ങളൊക്കെ പഠിച്ചു, വേദാന്തം പഠിച്ചു, മറ്റു ശാസ്ത്രങ്ങൾ പഠിച്ചു. ഗുരു പറയുന്നതെല്ലാം കേൾക്കും. എന്നിട്ട് ചില സമയത്ത് ഗുരുവിനോടൊപ്പം ഇരുന്ന് ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ പതുക്കെ തൻ്റെ സ്ഥാനത്ത് ഗുരു ആ കുട്ടിയെ കൊണ്ടുവന്നിരുത്തി. അപ്പോൾ ഗുരുവിൻ്റെ എല്ലാ കഴിവും കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്, ഗുരുവിനേക്കാൾ കേമനായിട്ടുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും ഗുരുവിനെയും സ്തുതിക്കാം. അപ്പോൾ ഗുരുവിന് അതിലേക്കാൾ വലിയ സന്തോഷമില്ല. കാരണം മകനെ പോലെയാണ് ആ കുട്ടിയെ കണ്ടിരുന്നത്. അപ്പോൾ ഗുരുവിന് വളരെ സന്തോഷമായി. ഭഗവാന്റെ മഹിമ എന്ന് പറഞ്ഞ കുട്ടി ആ ഗുരു കരയുമായിരുന്നു. അങ്ങനെ കുറേ കാലങ്ങൾ ആ കുട്ടി അവിടെ ഇങ്ങനെ ഭാഗവത കഥ പറഞ്ഞ് നടന്നു. അദ്ദേഹത്തിന് അത്യാവശ്യം യുവത്വമൊക്കെയായി, നല്ല യുവാവായി, നല്ല തേജസ് വന്നു. അദ്ദേഹത്തിൻ്റെ വാക്കിനൊക്കെ നല്ല ഗാംഭീര്യം വന്നു. ഗുരുവായൂരപ്പനെയും ആ അമ്മയെയും സേവിച്ചുകൊണ്ട്, അവിടെയുള്ള മറ്റു പ്രതിഷ്ഠകളെയൊക്കെ പൂജിച്ചുകൊണ്ട്, ഗുരുവിനെ സേവിച്ചുകൊണ്ട് അദ്ദേഹം കഥയും പറഞ്ഞ് ഭഗവാന്റെ ഭക്തിയെ പോഷിപ്പിച്ചുകൊണ്ട് അങ്ങനെ കഴിയാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പ്രശസ്തി അവിടെയൊക്കെ വ്യാപിക്കാൻ തുടങ്ങി. അങ്ങനെ വ്യാപിക്കാൻ തുടങ്ങിയ സമയത്ത് ആരോ ഒരാൾ ഈ കുട്ടിയുടെ, ഈ രാഘവന്റെ കുടുംബവുമായിട്ട് ബന്ധമുള്ള ആരോ ഒരാൾ എതിർച്ചയാ ഈ കുട്ടിയെക്കുറിച്ച് കേട്ടു. അപ്പോൾ വിവരങ്ങളൊക്കെ ചോദിച്ചപ്പോൾ രാഘവൻ നായർ എന്നാണ് പേര്, ഇങ്ങനെ വീട് വിട്ട് വന്നതാണെന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഇത് ആ കുട്ടി ആയിരിക്കും എന്നറിഞ്ഞ് അയാൾ ആ കുടുംബത്തിൽ ചെന്ന് കാര്യം പറഞ്ഞു. ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, ഗുരുവായൂരിലുണ്ട് ഇങ്ങനെ ഒരാൾ, രാഘവൻ എന്നാണ് പേരെന്നൊക്കെ കേട്ടപ്പോൾ ആ വീട്ടുകാർക്ക് കൗതുകമായി. കാരണം ഒരാൾ ഉയരുമ്പോഴാണ് അയാളുടെ കൂടെ ചെന്ന് നിൽക്കാൻ എല്ലാവരും ആഗ്രഹിക്കുക. നല്ല മാതാപിതാക്കൾ അങ്ങനെ ആയിരിക്കില്ല, പക്ഷെ സ്വാർത്ഥന്മാർ അങ്ങനെ ആയിരിക്കും. ഇവരൊരു സ്വാർത്ഥ കുടുംബമായിരുന്നു. അപ്പൊ അവർക്ക് ഇവൻ പ്രശസ്തനായി, എന്നാ പിന്നെ നമ്മുടെ കുട്ടിയാണെന്ന് പറഞ്ഞ് നമുക്കും ഒന്ന് ശോഭിക്കാം എന്നൊക്കെ വിചാരമുള്ളത് കൊണ്ട് അവർ വന്നു. മാത്രവുമല്ല അവർക്കൊരു കൗതുകവും ഉണ്ടായിരുന്നു. കാരണം ഒരു മന്ദബുദ്ധി എന്ന് കരുതി തട്ടി വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട കുട്ടിയാണ്. അവൻ ഓടിപ്പോയതാണെങ്കിലും അവനെ അവർ വാക്കുകൊണ്ട് കുത്തി പുറത്താക്കിയതാണ്. അപ്പോൾ ഇങ്ങനെ മന്ദബുദ്ധിയായി പോയ ആൾ എങ്ങനെയാണ് ഇത്ര വലിയ പണ്ഡിതനായത്, അതൊന്ന് കാണുകൂടിയും വേണം, അങ്ങനെ ഒരു കൗതുകവും ഉണ്ട്. പിന്നെ ആ പ്രശസ്തിയൊക്കെ കണ്ടപ്പോൾ ഒന്ന് കണ്ണ് മഞ്ഞളിച്ചതുമാണ്. അങ്ങനെ ആ കുടുംബക്കാര് ഗുരുവായൂരിലേക്ക് വന്നു. ഇവനെ എവിടേക്കും കൊണ്ടുപോകാത്ത ആൾക്കാരാണ്. അപ്പോൾ അവനെ കാണാനായിട്ട് ഗുരുവായൂരിലേക്ക് വന്നു. അവരതിനു മുമ്പ് ഗുരുവായൂരൊന്നും വന്നിട്ടില്ല, അവർക്ക് അങ്ങനെ വലിയ ഭക്തിയൊന്നുമില്ല. അങ്ങനെ വന്ന് അവര് ആ ഭഗവാന്റെ ദീപസ്തംഭത്തിന്റെ അവിടെ എത്തി. അവരകത്തേക്ക് കടക്കാൻ പോകണം. അവർ കുളിക്കാനൊന്നും പോയിട്ടില്ല, നേരെ അകത്തേക്ക് ചെന്നിട്ട് കുട്ടിയെ കാണാം. കാരണം കുട്ടി സംസാരിക്കുന്ന ശബ്ദം കുറേശ്ശെ കേൾക്കാനുണ്ട്. ആ യുവാവ് ആ രാഘവൻ നായരെ സംസാരിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ അവന്റെ ശബ്ദം തന്നെയാണെന്ന് പറഞ്ഞ് അവർ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു യുവാവ് വന്നു. യുവാവ് എന്ന് പറഞ്ഞാൽ കുട്ടി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഒരു 12 വയസ്സൊക്കെ തോന്നിക്കുന്ന ഒരു കുട്ടി അവരുടെ മുമ്പിലേക്ക് വന്നു. നല്ല കറുത്ത ദേഹമാണ്, പക്ഷെ നല്ല തിളക്കമുണ്ട്. ചുരുണ്ട മുടിയാണ്. ആ മുടി ഇങ്ങനെ കുറച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. ആ കെട്ടി വെച്ചതിൽ കുറച്ച് മയിൽപീലി വെച്ചിട്ടുണ്ട്. അദ്ദേഹം മഞ്ഞ പട്ടുടുത്തിട്ടുണ്ട്, കുറച്ച് ആഭരണങ്ങൾ ധരിച്ചിട്ടുണ്ട്. അങ്ങനെ മുമ്പിലേക്ക് വന്ന് നിൽക്കുക. ആര് കണ്ടാലും കണ്ണനാണെന്ന് തോന്നിപ്പോകും. പക്ഷേ ഇവർക്ക് കണ്ടിട്ട് അങ്ങനെ ഒന്നും തോന്നിയില്ല. ഇവരേതോ ഒരു കുട്ടി വന്ന് നിൽക്കുന്നു എന്ന ഭാവത്തിലാണ്. ഒരു പക്ഷേ ഭഗവാനെ കുറിച്ച് കാര്യമായ അറിവൊന്നും ഇല്ലാത്ത കുടുംബമായിരിക്കാം. അതല്ലെങ്കിൽ അവർക്ക് ഭഗവാൻ മറ്റൊരു ഭാവമായിരിക്കാം പ്രദർശിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവുക. കാരണം ഭഗവാനെ ഓരോരുത്തർ അവരവരുടെ ഭാവത്തിലാണ് കാണുക. അപ്പൊ ഭഗവാന്റെ ഭാവത്തിൽ ഭഗവാൻ വന്നു. അവര് പക്ഷെ വേറെ ഏതെങ്കിലും രൂപത്തിലായിരിക്കും കണ്ടിട്ട് പോവുക. എന്താണെങ്കിലും അവരൊരാളെ കണ്ടു. ആ ആൾക്ക് നല്ല പ്രൗഢിയുണ്ടെന്ന് അവർക്ക് തോന്നി. ഒരു രാജാവ് പോലെയാണ് അവർ അയാളെ കണ്ടത്. അപ്പൊ അവർക്ക് ഭയഭക്തി ബഹുമാനം തോന്നി. അവരൊന്ന് മാറി നിന്നു. എന്നിട്ട് ഇങ്ങനെ അപ്പൊ ഈ കുട്ടി മുമ്പിലേക്ക് വന്ന് 2 കൈയും ഇങ്ങനെ നിർത്തി നിൽക്കാൻ പറയണം അവരുടെ അടുത്ത്. അപ്പൊ അവർ കുറച്ച് മാറി നിന്നു. തൊഴുതിട്ട് ആ കുട്ടിയെ ഒന്ന് നോക്കി. കുട്ടി ചോദിച്ചു, എങ്ങോട്ടാ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലൊരു കുട്ടിയാണ് രാഘവൻ. അവിടെ നിന്ന് വീട്ടിലെ കുട്ടിയോ? കുട്ടി ചോദിച്ചു. ആ ചോദിക്കുന്ന ഇങ്ങനെ ഇട്ടിമുഴക്കത്തിന്റെ ശബ്ദമാണ്, ഭഗവാന്റെ ശബ്ദം അങ്ങനെയാണല്ലോ. അത് കേട്ടാൽ തന്നെ എല്ലാവരും ഒന്ന് ഭയന്നു പോകും. നിങ്ങളുടെ കുട്ടിയോ? ഇത്രയും കാലം ഇല്ലായിരുന്നല്ലോ ഈ സ്നേഹം, ഇപ്പൊ എവിടുന്നാ വന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, അല്ല ഞങ്ങളുടെ വീട്ടിലെ കുട്ടി, പോയിക്കോളാൻ പറയും. അപ്പൊ അവർ പറയും, അല്ല ഞങ്ങൾ ഇത്രയും ദൂരം വന്നാലും ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശരി, എന്തായാലും നിങ്ങളുടെ കുലത്തിൽ ജനിച്ചവനല്ലേ, അതിൻ്റെ ഒരു കരുണ ഞാൻ കാണിക്കാം. ഇവിടെ നിന്ന്, അതായത് അമ്പലത്തിന്റെ അകത്തേക്ക് ചെന്ന് അവിടെ നിന്ന് ദൂരേന്ന് നോക്കുക, ഒരു നോക്ക് കാണുക, വേണമെങ്കിൽ ഒന്ന് നമസ്കരിക്കുക, പോവുക, അടുത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. ഭഗവാന്റെ ആജ്ഞ കേട്ടപ്പോൾ അവർ വിറച്ചുപോയി. ഇതനുസരിക്കാതെ നിവൃത്തിയില്ല എന്ന് അവർക്ക് തോന്നി. അവരേത് ഭാവത്തിലാണോ കണ്ടതാവോ
കുട്ടിയായിട്ടാണോ വലിയ ആളായിട്ടാണോ അറിയില്ല. എന്തായാലും ഭഗവാൻ തൻ്റെ ഭാവത്തിലാണ് നിൽക്കുന്നത്. അവരൊരു പക്ഷെ അവരുടെ പ്രാരബ്ധം കൊണ്ട് ആ ഭാവത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവരെന്തായാലും പേടിച്ചുകൊണ്ട് ഭഗവാന്റെ പിന്നാലെ ചെന്നു. അവിടെ നിന്ന് നോക്കി. അപ്പോൾ അവിടെ നിന്ന് പ്രസംഗിക്കുന്ന ഒരുപാട് പേര് അയാളുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. രാഘവൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അവരൊക്കെ അങ്ങനെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയാണ്. മധുരമായി ഭഗവാന്റെ മഹിമ വർണ്ണിക്കുകയാണ്. ഇതൊക്കെ ഇവരിൽ നിന്ന് നോക്കിയപ്പോൾ ഇത് ആ കുട്ടി തന്നെയാണെന്ന് പറഞ്ഞ് എല്ലാവരും നമസ്കരിച്ചു. അടുത്തേക്ക് ചെല്ലാൻ നിന്നപ്പോൾ ഭഗവാൻ കൈകൊണ്ട് തടഞ്ഞു. എന്ന് ചോദിച്ചു. അപ്പോൾ ശരി ശരി എന്ന് പറഞ്ഞ് അവർ തിരിയാൻ നിൽക്കണം. ആ സമയത്താണ് രാഘവൻ നോക്കുമ്പോൾ തൻ്റെ കുടുംബക്കാരെ കണ്ടു. കുടുംബക്കാരെ ഒന്ന് നോക്കി അടുത്തേക്ക് നോക്കുമ്പോൾ സാക്ഷാത് ഗുരുവായൂരപ്പൻ അവിടെ നിൽക്കുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ഒരുപക്ഷെ ആ പൂർണ്ണഭാവത്തിൽ തന്നെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. ഗുരുവായൂരപ്പനെ കണ്ടതും അദ്ദേഹം ഓടുകയാണ്. അവിടുന്ന് ചാടി ഇറങ്ങി ഓടുകയാണ്. നാട്ടുകാർ ആ കേൾക്കുന്ന ശ്രോതാക്കളൊക്കെ പേടിച്ചു പോയി. എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ എല്ലാവരും നോക്കുകയാണ്. കുടുംബക്കാർ നീങ്ങുകയാണ്. കുടുംബക്കാർ അമ്പലത്തിന്റെ പുറത്തേക്ക് പോയപ്പോഴേക്കും ഇദ്ദേഹം അടുത്തെത്തിയപ്പോൾ കുടുംബക്കാരെ അദ്ദേഹം മറന്നു. ഭഗവാനെ നോക്കിയിട്ടാണ് വരുന്നത്. അങ്ങനെ വന്ന് ഭഗവാന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് പ്രണമിച്ചപ്പോൾ എല്ലാവരും നോക്കുകയാണ്. അവർക്ക് രൂപം കാണുന്നില്ല. അവർക്ക് ആർക്കും അവിടെ ആരെയും കാണുന്നില്ല. പക്ഷെ അവർക്ക് മനസ്സിലായി ഇദ്ദേഹം സിദ്ധിയുള്ളവനാണ്. ഭഗവാന്റെ ശബ്ദം കേട്ടിട്ടുണ്ട്, ഭഗവതിയെ നേരിട്ടിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏതോ ഒരു ചൈതന്യം അവിടെയുണ്ട്. ഒരു പക്ഷേ ഗുരുവായൂരപ്പൻ തന്നെ ആയിരിക്കാം എന്ന് മനസ്സിലാക്കി അവരെല്ലാം സാഷ്ടാംഗം നമിച്ചു. ഭഗവാൻ ഇങ്ങനെ നിന്നുകൊടുത്തു. എല്ലാവരും ഒന്ന് നോക്കി അദ്ദേഹത്തിന്റെ തോളിൽ കൈ പിടിച്ച് പതുക്കെ എണീപ്പിച്ചു. അവർ ഒരു കുട്ടിയുടെ ഭാവമാണ്, 12 വയസ്സുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത് അദ്ദേഹം. അപ്പോൾ രാഘവൻ എണീറ്റ് തൊഴുതിട്ടുണ്ട്. ഭഗവാനെ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിന്നിൽ ഞാൻ സന്തുഷ്ടനാണ്. നീ എൻ്റെ കുലമാണ്, എൻ്റെ കുടുംബമാണ്, ഞാനാണ് നിന്റെ നാഥൻ. അതുകൊണ്ട് നിനക്ക് അവരുടെ ആവശ്യമില്ല. അപ്പോഴാണ് രാഘവൻ അവരെ ഓർക്കുന്നത്. കാരണം അവരെ കണ്ടിട്ടായിരുന്നു. പക്ഷെ ഭഗവാനെ കണ്ടപ്പോഴേക്കും അതൊക്കെ മറന്നു. എന്ന് പറഞ്ഞ് അങ്ങോട്ട് നോക്കുമ്പോൾ അവർ പോട്ടെ, അവരുമായിട്ട് നിനക്ക് ബന്ധമില്ല. നിനക്ക് ജനിക്കാൻ ഒരു നിമിത്തമായ കുലമായതുകൊണ്ടാണ് ഞാൻ അകത്തേക്ക് കയറ്റിയത്. അല്ലെങ്കിൽ അതുപോലും ഞാൻ ചെയ്യില്ല. നിന്നോടുള്ള കൃപ കൊണ്ട് ചെയ്തതാണ്. അവർ പോട്ടെ. എന്തായാലും നിന്റെ ജന്മം കൊണ്ട് അവരുടെ കുലം ധന്യമായിട്ടുണ്ട്. അത് അവർ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയച്ചു. രാഘവൻ അദ്ദേഹത്തെ തന്നെ നോക്കി കുറേ നേരം തൊഴുതു നിന്നു. ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. എൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാവും. ഞാൻ ഇവിടെ തന്നെയുണ്ട്. എന്നെ ഭജിച്ചുകൊണ്ട്, എൻ്റെ ഭക്തരെ സന്തോഷിപ്പിച്ചുകൊണ്ട്, എൻ്റെ കീർത്തിയെ ഇവിടെയെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ട് നീ കഴിയുക എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് ഭഗവാൻ ആ ശ്രീലകത്തിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുന്നത് അയാൾ നോക്കി നിൽക്കുകയാണ്. എല്ലാവരും ഇയാളെ തന്നെ നോക്കി നിൽക്കണം. കാരണം അവർക്ക് രൂപമൊന്നും കാണുന്നില്ല. അപ്പോൾ കുറേ നേരം നോക്കി ആ ശ്രീലകത്തിൻ്റെ ഭാഗത്തേക്ക് നോക്കി സാഷ്ടാംഗം നമിച്ചു. അപ്പോൾ അവരും പിന്നാലെ വന്ന് അങ്ങോട്ട് നോക്കി നമിച്ചു. അദ്ദേഹം എണീറ്റു, അവരും എണീറ്റു. അദ്ദേഹത്തെ നോക്കിയപ്പോൾ പറഞ്ഞു, സാക്ഷാത് ഗുരുവായൂരപ്പനെ ഞാൻ കണ്ടുല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം കരയാൻ തുടങ്ങി. എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും വന്ന് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചു, അദ്ദേഹത്തോട് ചേർന്ന് നിന്നു. ഭഗവാനെ കണ്ടവനാണെന്ന് പറഞ്ഞ് ആ രാഘവൻ നായരുടെ അടുത്ത് എല്ലാവരും വന്ന് നിന്നു. അങ്ങനെ കുറേ കാലം ഭഗവാനെയും ഭജിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ ദാസനായി, ഗുരുവായൂരപ്പൻ്റെയും ഇടത്തരികത്ത് കാവിൽ അമ്മയുടെയും ഭക്തനായി, അവർക്കൊരു മകനെ പോലെ നിന്നുകൊണ്ട് അദ്ദേഹം അവരെയും സേവിച്ചു, തൻ്റെ ഗുരുവിനെയും സേവിച്ചു. അവിടെ ഉണ്ടാവുന്ന എല്ലാ ഭക്തർക്ക് ഭഗവാന്റെ ഭക്തിയെ പകർന്നുകൊണ്ട് അവരെയും അനുഗ്രഹിച്ചു. അങ്ങനെ കഴിഞ്ഞു. ഈ കഥ വളരെ പ്രശസ്തമായ കഥയാണ്. പണ്ടൊരു ഗ്രന്ഥത്തിൽ വായിച്ചതാണ്. പക്ഷേ ഈ കഥ തന്നെ വേറൊരു രീതിയിലും പൂന്താനവുമായിട്ട് ബന്ധപ്പെടുത്തി പറയാറുണ്ട്. പൂന്താനമാണ് മരപ്രഭു എന്ന് പറഞ്ഞതും നാരായണ ഭട്ടതിരി, അതായത് മേൽപുത്തൂർ നാരായണ ഭട്ടതിരിയാണ് അദ്ദേഹത്തെ തിരുത്തിയതെന്നും അങ്ങനെ ഒരു കഥ പറയാറുണ്ട്. പക്ഷേ പൂന്താനത്തേക്കാൾ കൂടുതൽ ഈ കഥയാണ് അനുയോജ്യമായിട്ട് തോന്നുന്നത്. കാരണം പൂന്താനം ഗുരുവായൂരിലേക്ക് വരുമ്പോഴൊക്കെ നല്ല പണ്ഡിതനായി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ രചനകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പാണ്ഡിത്യമുണ്ടെന്ന് മനസ്സിലാക്കാം. വളരെ ലളിതമായ ഭാഷയിലാണ് എഴുതുന്നതെങ്കിലും അദ്ദേഹം ശാസ്ത്രമൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് നമുക്ക് വായിച്ചാൽ തോന്നും. ആ അറിവ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് സംസ്കൃതത്തിലെ നാമങ്ങളൊക്കെ വേർതിരിച്ചറിയാനുള്ള ശേഷിയില്ല എന്ന് പറയുന്നത് അത്ര യുക്തമായി തോന്നുന്നില്ല. അതുകൊണ്ട് ഈ കഥയായിരിക്കും കൂടുതൽ അന്വർത്ഥമെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഭഗവാന്റെ മഹിമ, ഭക്തവാത്സല്യം, ഭക്തരോടുള്ള കാരുണ്യം ഇതൊക്കെ വ്യക്തമാക്കുന്ന കഥയാണ്. യേ യഥാ മാം പ്രപദ്യന്തെ താംസ്തഥൈവ ഭജാമ്യഹം മമ വർത്മാനുവർത്തന്തെ മനുഷ്യാ പാർത്ഥ സർവശഃ. ഭഗവത്ഗീതയിലെ സാക്ഷാത് ശ്രീകൃഷ്ണസ്വാമിയുടെ വരിയാണത്. ആരെന്നെ ഏത് വഴിയിൽ സമീപിച്ചാലും ആ വഴിയിൽ ഞാൻ അവരെ സ്വീകരിക്കും. കാരണം എല്ലാവരും എല്ലാ കാലത്തും എൻ്റെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നദികൾ പല ദിക്കിലേക്ക് ഒഴുകുന്നുണ്ടാവാം, പല പേരിൽ ഒഴുകുന്നുണ്ടാവാം, പക്ഷെ എല്ലാം ചെന്ന് ചേരുന്നത് സാഗരത്തിലാണ്. അതേപോലെ എല്ലാ വഴികളും വന്നെത്തുന്നത് എന്നിലാണ്. ഈ രഹസ്യമാണ് ഭഗവാൻ ഈ കഥയിലൂടെ വ്യക്തമാക്കുന്നത്. ഭക്തിയുടെ തുടക്കഘട്ടത്തിൽ നമുക്ക് വളരെ സങ്കുചിതമായ ഭാവമുണ്ടാവും. കാരണം അറിവൊന്നും പൂർണ്ണതയിൽ എത്തിയിട്ടില്ല, ഭക്തി അതിൻ്റെ പൂർണ്ണത പ്രാപിച്ചിട്ടില്ല. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വഴിയാണ് ശരിയെന്ന് നമുക്ക് തോന്നും.
അപ്പോൾ മറ്റുള്ളവരുടെ വഴി ശരിയല്ല, അവർ നമ്മുടെ വഴിക്ക് വന്നാലേ അവർക്ക് ഗുണമുള്ളൂ എന്നൊക്കെ നമുക്ക് തോന്നും. അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഉയർച്ചയുണ്ടായാൽ നമ്മൾ അവരെക്കാൾ കേമനാണ് എന്ന് നമുക്ക് തോന്നും. നമ്മൾ അവരെ ചിലപ്പോൾ തിരുത്താൻ പോകും, പരിഹസിക്കാൻ പോകും, ഇങ്ങനെയൊക്കെ ശ്രമിക്കും. ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന രഹസ്യമാണ് ഗുരുവായൂരപ്പൻ തൻ്റെ ഈ ലീലയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എല്ലാവരുടെ വഴിയും എൻ്റെ വഴിയാണ്. പല രീതിയിൽ ഭഗവാനെ ഉപാസിക്കുന്നവരുണ്ടാവാം. ഒരു ശിലയിൽ മാത്രം കണ്ടുകൊണ്ട് അവിടെ പല രീതിയിൽ ഉപാസന നടത്തുന്നുണ്ടാവാം. കണ്ണടച്ചുകൊണ്ട് അകത്ത് ധ്യാനിക്കുന്നവരുണ്ടാവാം. പുണ്യസ്ഥലങ്ങളിൽ ഓരോന്നോരോന്നായി സന്ദർശിച്ച് ഭഗവാന്റെ അനുഗ്രഹം സമ്പാദിക്കുന്നവരുണ്ടാവാം. ഗ്രന്ഥങ്ങൾ വായിച്ച് പാരായണം ചെയ്ത് ഭഗവാനെ സന്തോഷിപ്പിക്കുന്നവരുണ്ടാവാം. അതിൻ്റെ അർത്ഥവിചിന്തനം ചെയ്ത് ഭഗവാനെ സന്തോഷിപ്പിക്കുന്നവരുണ്ടാവാം. ഇങ്ങനെ പല രീതിയിൽ ഭഗവാനെ ഉപാസിക്കുന്നവരുണ്ടാവാം. ഭഗവാന്റെ ഭാവത്തിൽ തന്നെ പല ഭാവങ്ങൾ ഉണ്ടാവാം. അമ്മയായിട്ട് ഉപാസിക്കാം, ഗണപതിയായിട്ട് ഉപാസിക്കാം, ശിവനായിട്ട് ഉപാസിക്കാം, മുരുകനായിട്ട് ഉപാസിക്കാം, ശാസ്താവായിട്ട് ഉപാസിക്കാം, പല ഭാവത്തിൽ ഉപാസിക്കാം. ഇനിയിപ്പോൾ നാരായണനെ തന്നെ കൃഷ്ണനായി, രാമനായി, അങ്ങനെ പല ഭാവങ്ങളിൽ നരസിംഹമായിട്ടൊക്കെ ഉപാസിക്കാം. ഏത് ഭാവത്തിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും എല്ലാം ഭഗവാനുള്ള ഉപാസനയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരെയും നന്നാക്കാൻ നമ്മൾ ശ്രമിക്കരുത്. നമ്മുടെ ഈ വൃഥാവിലുള്ള ശ്രമം നമ്മുടെ അഹങ്കാരം കൊണ്ടാണ്. അവർക്കൊന്നും അറിയില്ല, നമുക്കെല്ലാം അറിയാമെന്ന തോന്നൽ അതുണ്ടാവാൻ പാടില്ല. അത് എത്ര പ്രാകൃതമായ ഭക്തിയാണെന്ന് നമുക്ക് തോന്നിയാലും ഭഗവാൻ അത് സമമാണ്. ഭഗവാൻ എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത്. മക്കളെ അച്ഛനമ്മമാർ കാണുന്ന പോലെയാണ് ഭഗവാനും ഭഗവതിയും ഒക്കെ നമ്മളെ കാണുന്നത്. അപ്പം നമ്മുടെ ഓരോ ജൽപ്പനങ്ങളും അവർക്ക് ജപം തന്നെയാണ്. അത് അവർക്ക് സന്തോഷം ഉണ്ടാക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ഉച്ചാരണ സ്ഫുടതയില്ല, സംസ്കൃതത്തിലല്ല എന്നൊന്നും പറഞ്ഞ് നമ്മൾ പരിഹസിക്കാൻ പാടില്ല, ആരെയും വേദനിപ്പിക്കാൻ പാടില്ല. മലയാളത്തിൽ വിളിച്ചാലും ഭഗവാൻ വിളി കേൾക്കും. മലയാളത്തിൽ എത്രയോ ശ്രേഷ്ഠമായ മന്ത്രങ്ങളുണ്ട്. സംസ്കൃതം തന്നെ വേണമെന്നില്ല, നമുക്കറിയുന്ന ഭാഷയിൽ വിളിക്കാം. ഇനിയിപ്പോൾ ഭാഷ ഉപയോഗിക്കാതെ മൗനത്തിലൂടെ വിളിച്ചാലും ഭഗവാൻ വിളി കേൾക്കും. കാരണം സർവാന്തര്യാമിയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ലീല ഭഗവാൻ ആടിയത്. രാഘവനിലൂടെ നമുക്കൊക്കെ ഇതാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത്. മരപ്രഭു എന്ന് പറഞ്ഞാലും ഭഗവാൻ തന്നെയാണ്. അതിപ്പോൾ സംസ്കൃതത്തിലല്ല, മലയാളം അർത്ഥമെടുത്താലും ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ എല്ലാ ഭാവത്തിലുമുണ്ട്. അപ്പോൾ ഭക്തരെ ഒരിക്കലും നമ്മൾ വേർതിരിച്ച് കാണാൻ പാടില്ല. ഇതാണ് കേമം, ഇത് കേമമല്ല എന്ന് പറഞ്ഞ് ആരെയും വേദനിപ്പിക്കാൻ പാടില്ല. ഇന്നൊക്കെ ഈ ഭക്തിയിൽ വളരെ സങ്കുചിതമായ മനസ്സുള്ള ആൾക്കാർ മത്സരബുദ്ധിയോടുകൂടി ഭക്തിയെ കാണുന്നത് കാണാം. അപ്പോൾ മറ്റുള്ളവരെ നിന്ദിച്ചുകൊണ്ട്, ഇകഴ്ത്തിക്കൊണ്ട്, മറ്റുപാസനകളെ നിന്ദിച്ചുകൊണ്ട് താൻ മാത്രമാണ് ശ്രേഷ്ഠം, തന്നെ എല്ലാവരും പിന്തുടരണം എന്നൊക്കെ പറഞ്ഞൊരു കൾട്ട് മെൻറ്റാലിറ്റിയിലേക്ക് അധപ്പതിച്ചിരിക്കുന്ന ഭക്തികളെ നമുക്ക് കാണാം. അത് നമ്മൾ അതിലൊരിക്കലും പെട്ടുപോകരുത്. നമുക്ക് നമ്മുടേതായ ഉപാസന സ്വീകരിക്കാം. നമ്മുടെ അറിവിൻ്റെ പരിമിതിയിൽ നമ്മുടെ രുചിക്ക് അനുസരിച്ച് നമുക്ക് ഉപാസിക്കാം. ആ ഉപാസന ഭഗവാനോ ഭഗവതിയോ സ്വീകരിക്കും. അതുപോലെ തന്നെയുള്ള സ്വാതന്ത്ര്യം, അധികാരം മറ്റുള്ളവർക്കുണ്ട്. അവരും നമ്മളും തുല്യരാണെന്നും നമ്മൾ അറിയണം. ഇപ്പോൾ വേദാന്തം പഠിച്ച് മനനം ചെയ്ത് അകത്ത് ധ്യാനിക്കുന്നവർക്ക് ചിലപ്പോൾ അഹങ്കാരം വരും. അമ്പലത്തിലൊക്കെ പോയി ഇവരെന്തിനാ തൊഴുന്നതെന്ന്. പക്ഷേ അവരും താനും തുല്യരാണെന്ന് അവൻ അറിയുമ്പോഴേ അവൻ്റെ വേദാന്തം പൂർണ്ണമാകുന്നു. എല്ലാവരെയും ആ ശക്തി ഒരുപോലെ കാണുന്നു. ഇത് മനസ്സിലാക്കാനാണ് ഈ കഥ ഭഗവാൻ നമുക്ക് നൽകിയിട്ടുള്ളത്, ഭഗവാന്റെ ലീലയായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇന്ന് നമുക്ക് ഗുരുവായൂരിൽ തെക്ക് ഭാഗത്തായിട്ട്, തെക്കേ നടയിൽ ആ കേശവൻ്റെ ഒക്കെ പ്രതിമയുടെ അടുത്തായിട്ട് മരപ്രഭുവിൻ്റെ പ്രതിമ കാണാം. അതിൻ്റെ ചെറിയ ചെറിയ പതിപ്പുകളൊക്കെ ഇപ്പോൾ ഗുരുവായൂരിൽ കടകളിൽ വിൽക്കുന്നുണ്ട്. ആൾക്കാരത് കൗതുകത്തോടു കൂടി വാങ്ങി കൊണ്ടുപോകുന്നത് കാണാം. അപ്പോൾ ആ വിഗ്രഹമൊക്കെ കാണുമ്പോൾ, ആ പ്രതിമയൊക്കെ കാണുമ്പോൾ, ഈ കഥയൊക്കെ ശ്രവിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇപ്പം ഭഗവാൻ മരങ്ങളുടെ പ്രഭുവാണ് എന്ന് മാത്രമല്ല, ഭഗവാൻ മരങ്ങളുടെ പ്രഭുവുമാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മൾ അതിൽ നിന്നും ഗ്രഹിക്കേണ്ടത് ഭഗവാന്റെ ഭക്തവാത്സല്യമാണ്, കാരുണ്യമാണ്. നമ്മൾ ഏത് ഭാവത്തിൽ വിളിച്ചാലും ശ്രദ്ധയോടുകൂടി വിളിച്ചാൽ ഭഗവാൻ കേൾക്കും. രാമകൃഷ്ണ പരമഹംസരൊക്കെ കുട്ടി അമ്മയെ വിളിക്കുന്ന ഉദാഹരണം പറയാറുണ്ട്. കുട്ടി അമ്മയെ വിളിക്കുമ്പോൾ ഇപ്പോൾ ഉച്ചാരണം ശരിയായില്ല, ഞാൻ വിളി കേൾക്കില്ല എന്ന് ഏതെങ്കിലും അമ്മ പറയും. അമ്മേ എന്ന് ആ അകാരം ഉച്ചരിക്കുമ്പോൾ തന്നെ അമ്മ ഓടി വരും. എന്ത് പറ്റി മോനെ എന്ന് പറഞ്ഞ് അത്രയും സ്നേഹമാണ് മക്കളോട് അമ്മയ്ക്ക്. അതേപോലെയാണ് ആ ചൈതന്യത്തിന് നമ്മളോടും. അപ്പോൾ ഏത് ഭാവത്തിൽ വിളിച്ചാലും നമ്മളോട് അത്രയും സ്നേഹമുള്ള ശക്തിയാണ് അതെന്നുള്ള ബോധത്തോടെ വിളിക്കണം. അപ്പോൾ നമ്മുടെ ആ ഭക്തി കണ്ടാൽ തന്നെ അവർ സന്തോഷിക്കും. അപ്പോൾ ഏത് രീതിയിലുള്ള ഉപാസനയാണെങ്കിലും, ഏത് ഭാവത്തിലുള്ള ഉപാസനയാണെങ്കിലും എല്ലാം തുല്യമാണെന്നുള്ള ബോധത്തോടെ നമ്മുടെ വഴിയിൽ ശ്രദ്ധയോടുകൂടി തുടരുക. മറ്റുള്ളവരുടെ വഴിയെയും ബഹുമാനിക്കുക. ആദരിച്ചില്ലെങ്കിൽ പോലും നിന്ദിക്കാതിരിക്കുക. എല്ലാവർക്കും ആ സ്വാതന്ത്ര്യമുണ്ടെന്ന് മനസ്സിലാക്കി, എല്ലാവരുടെയും ഭക്തി ഒരേ ഭഗവാനാണ് സ്വീകരിക്കുന്നതെന്ന് മനസ്സിലാക്കി, അവരുടെ ആ പൂജയിലും ഭഗവാൻ സന്തോഷിക്കുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റണം. അതാണ് നമ്മുടെ ഭാഗ്യം. ആ ഒരു തത്വത്തെ നമുക്ക് ഉപദേശിക്കാനാണ്
ഇടത്തരികത്ത് കാവിലമ്മയും അതുപോലെ ഗുരുവായൂരപ്പനും ഈ ലീലയാടി നമ്മളെ അനുഗ്രഹിച്ചിട്ടുള്ളത്. അപ്പോൾ ഭഗവാനെ നേരിട്ട് കാണാൻ, ഭഗവതിയെ നേരിട്ട് കാണാൻ ഭാഗ്യം സാധിച്ചിട്ടുള്ള ആ രാഘവൻ നായർ എന്നുള്ള ആ വ്യക്തിയെ ഞാൻ പ്രണമിക്കുന്നു. അദ്ദേഹത്തിന് ഉപദേശം കൊടുത്ത ആ ഭാഗവതരെ, ആ ഗുരുനാഥനെ ഞാൻ നമിക്കുന്നു. ഇവർ രണ്ടുപേർക്കും ദർശനം കൊടുത്ത സാക്ഷാത് ഇടത്തരികത്ത് കാവിലമ്മയും വൈകുണ്ഠനാഥനായ ഗുരുവായൂരപ്പനെയും ഞാൻ നമിക്കുന്നു. ഈ കഥ അറിയാനുള്ള ഭാഗ്യമുണ്ടായതിന് അവരോട് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ കഥ ഇവിടെ നന്നായി അവതരിപ്പിക്കാൻ സാധിച്ചതിനും അവരോട് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ കഥ നിങ്ങൾക്കെല്ലാം രുചിച്ചുവെന്ന് വിശ്വസിച്ചുകൊണ്ട്, ഇതിൻ്റെ തത്വം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിച്ചുവെന്ന് വിശ്വസിച്ചുകൊണ്ട്, അത് ജീവിതത്തിൽ പകർത്താൻ സാധിക്കട്ടെ എന്ന് ആ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കഥയെ ആ ഭഗവാന്റെയും ആ ഭഗവതിയുടെയും തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ, ഹരിയോ.